അങ്ങനെ ഞാനും സുനിച്ചേട്ടനും കൂടി ഇന്ന് നമ്മുടെ വരാപ്പുഴ മാർക്കറ്റിലാണ് കേട്ടോ വന്നേക്കണത്. വരാപ്പുഴ മാർക്കറ്റിലേക്കായിട്ട് വന്നതല്ല, നമ്മൾ ഒന്ന് എറണാകുളം വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പോയി വന്ന വഴിക്ക് നമ്മളൊന്ന് മാർക്കറ്റിൽ കയറി നോക്കാം, മീനോ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാമെന്നൊക്കെ ഓർത്ത് കയറിയതാണ്. പക്ഷേ എന്നെ അങ്ങോട്ട് ഞെട്ടിച്ച് കളഞ്ഞെന്ന് തന്നെ പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി പിന്നെ നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ, പക്ഷേ മീൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഒരറ്റം മുതൽ ഒരറ്റം വരെ പറയാതിരിക്കാൻ പറ്റൂല, ഞാൻ അത്രയും മീൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കച്ചെമ്മീൻ മേടിച്ചില്ല. ഉണക്കച്ചെമ്മീൻ എനിക്കും സുധുവിന് അലർജി ആയതുകൊണ്ട് അതങ്ങനെ ഞങ്ങൾ മേടിക്കാറില്ല. വല്ലപ്പോഴും ഒന്ന് ചെറുതെ ടെസ്റ്റ് ഇങ്ങനെ കഴിച്ച് നോക്കും, വലിയ കുഴപ്പമുണ്ടാകുന്ന നോക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ നമ്മൾ മേടിച്ച് നമ്മൾ മീനൊക്കെ സെറ്റാക്കണതിൻ്റെ വീഡിയോ, നമ്മുടെ ലോങ് വീഡിയോ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്ന് അപ്പോൾ അവൾക്കും നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് നല്ല പിടക്കണ മീനായതുകൊണ്ട് അങ്ങനെ രണ്ടു കൂട്ടത്തേക്കും മേടിച്ച് അങ്ങനെ നമ്മൾ ശ്രുതിയുടെ അടുത്ത് വന്നപ്പോഴുണ്ടാ അവർ ഇല്ല, ശ്രുതിയും കണ്ണനും ഇല്ല. കണ്ണനുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ തന്നെ വരാം, നിങ്ങളവിടെ ഇരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളവിടെ ഇരുന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. വറപ്പൊരി സാധനങ്ങൾ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല, എന്നാലും ഇത് ചൂടൻ കണ്ടപ്പോൾ അങ്ങനെ സുനിച്ചേട്ടൻ പറഞ്ഞ് ശ്രുതിക്കുണ്ടോ എന്ന് പറഞ്ഞ് മേടിച്ചത്. ഇപ്പം ഞങ്ങളാണ് ഇരുന്ന് കഴിക്കണത്. അപ്പോൾ ഞങ്ങൾക്കും അത് വിശന്നിട്ടും പാടില്ല, വെയിലും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ക്ഷീണം ഒരു രക്ഷയില്ലല്ലോ ഇപ്പോൾ വെയിൽ. അപ്പോൾ അവർ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ ക്ഷീണിച്ച് അവശതയായിട്ടുണ്ട്. വെയിലത്ത് ഇങ്ങനെ അധികം അങ്ങനെ ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് പിന്നെ നമ്മുടെ കൊച്ചു ബേബി വരാനായിട്ട് ഇനി അധികം ദിവസവും ഇല്ലല്ലോ. അപ്പോൾ ആൾ കുറച്ച് ടയേർഡാണ്, എന്നാലും ഹായൊക്കെ കാണിക്കണ്ട കേട്ടോ. അങ്ങനെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തപ്പോൾ നമ്മുടെ കൊച്ചു പെണ്ണ് നല്ല സുന്ദരി പെണ്ണായിട്ടുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് അധികം നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇറാത്തൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കും, ഞങ്ങൾ പോട്ടെ, കാരണം ഇനിയും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പണിയുണ്ടല്ലോ. കുറച്ചധികം പണിയും കാര്യങ്ങളും ആയിട്ടാണല്ലോ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വന്നേക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ അവർ അളിയനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. കാറിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും സുധപ്പനാണെങ്കിൽ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുമ്പോൾ സുധുവിൻ്റെ മുടി കാര്യങ്ങൾ ശരിയല്ല, ഈരിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനും മോനും കൂടി ഒരു ചെറിയ ഗുസ്തി. അപ്പോൾ ഞാൻ പറഞ്ഞ് ചീപ്പെടുത്തുണ്ടോ, ഞാൻ ഇരുത്തരാന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സുനിച്ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് എടുക്കണേ കേട്ടോ, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആസ്വദിച്ചിരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യം സുനിച്ചേട്ടൻ വീഡിയോ പകർത്തിയത് എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഇടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ.